എല്ലാവർക്കും സ്പൈസ് ട്രഷേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഫ്യൂഷൻ ഡ്രിങ്കിന്റെ റെസിപ്പിയാണ്. ഇത് എന്റെ സബ്സ്ക്രൈബറായ അർജുൻ ചേട്ടനാണ് എനിക്ക് ഷെയർ ചെയ്ത് തന്നത്. താങ്ക് യു സോ മച്ച് അർജുൻ ചേട്ടാ ഫോർ ദിസ് വണ്ടർഫുൾ റെസിപ്പി. പിന്നെ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് വേറെ ഏത് ഫ്രൂട്ട്സ് വേണോ യൂസ് ചെയ്യാവുന്നതാണ്. ഏത് ഇൻഗ്രീഡിയൻസിന്റെ പല പല ഫ്ലേവേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മളിവിടെ സബ്ജ സീഡ്സ് അല്ലെങ്കിൽ കസ്കസ് സീഡ്സിനെ സോക്ക് ചെയ്യാനാണ് പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു ഗ്ലാസ്സിലേക്ക് വെള്ളം നിറച്ച് വെക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ സബ്ജ സീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, നമ്മുടെ നാട്ടിലെ കുലുക്കി സർബത്തിലൊക്കെ ഉണ്ടാവില്ലേ, അതാണ് ഈ സാധനം. ഇതിനെ സബ്ജ എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത്, കസ്കസ് എന്നും പറയും. അപ്പം നമുക്കിത് ഒരു സ്പൂൺ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 10 മിനിറ്റ്സ് കഴിയുമ്പോൾ നല്ല സോക്കായിട്ട് വരും. നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റാം. നെക്സ്റ്റ് ഞാനിവിടെ ഒരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഞാനിവിടെ 1.5 ടീസ്പൂൺ കസ്റ്റർഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ കസ്റ്റർഡ് ലംസ് ഒന്നും വരാതിരിക്കാനാണ് നമ്മൾ ആദ്യമേ ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനിവിടെ റാസ്ബെറി ഫ്ലേവറിൻ്റെ കസ്റ്റർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഏത് ഫ്ലേവറാണോ അത് യൂസ് ചെയ്യാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സൈഡിലേക്ക് മാറ്റാം. ഇനി നെക്സ്റ്റ് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ പാലിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സേമിയ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സേമിയ മതി, ഒരു 3 ടേബിൾ സ്പൂൺ സേമിയ മതിയാകും. സേമിയ ആഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന കസ്റ്റർഡ് പൗഡറിന്റെ മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി. നമുക്ക് ഒരുപാട് കുറുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിതിലേക്ക് സേമിയയും കസ്റ്റർഡ് പൗഡർ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഇത് കുറച്ച് തിക്കാവും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കും നിങ്ങൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. 1 മണിക്കൂർ ഇത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇത് ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല, താഴത്തെ തട്ടിൽ വെച്ചാൽ മതി. 1 മണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ ഫ്യൂഷൻ ഡ്രിങ്ക് അറേഞ്ച് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ഫലൂഡ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആദ്യം തന്നെ ഞാനിവിടെ പൈനാപ്പിളിൻ്റെ പീസസ് ആണ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നെക്സ്റ്റ് ഇതിലേക്ക് ആപ്പിളിൻ്റെ പീസസ് ആണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സ് വേണോ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ പൈനാപ്പിൾ ആപ്പിളാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന സബ്ജ സീഡ്സിൻ്റെ മിശ്രിതം ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ടോട്ടലി ഓപ്ഷണലാണ്. നിങ്ങൾക്ക് സബ്ജ സീഡ്സ് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ നെക്സ്റ്റ് ഇതിലേക്ക് നമുക്ക് ഐസ്ക്രീമാണ് ആഡ് ചെയ്യേണ്ടത്. ഞാനിവിടെ വാനില ഫ്ലേവറിൻ്റെ ഐസ്ക്രീമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഫ്ലേവർ വേണോ യൂസ് ചെയ്യാം. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കസ്റ്റർഡ്, അതാണ് അടുത്ത ലെയർ. ഇനി നമുക്ക് ഇതേ സെയിം ലെയർസ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ആദ്യം പൈനാപ്പിൾ, പിന്നെ കുറച്ച് ആപ്പിൾ, പിന്നെ നമ്മുടെ സബ്ജയുടെ മിശ്രിതം, പിന്നെ ലാസ്റ്റ് നമുക്ക് കസ്റ്റർഡ്. കസ്റ്റർഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേറെ ഫ്ലേവർ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഏറ്റവും ടോപ്പിൽ നമുക്ക് ഐസ്ക്രീം വെച്ച് കൊടുക്കാം, വാനില ഐസ്ക്രീം. ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് പൈനാപ്പിളിൻ്റെ പീസസ് ആഡ് ചെയ്യുന്നുണ്ട്.
ഇതുപോലെയാണ് നമ്മുടെ ഫ്യൂഷൻ ഡ്രിങ്ക് ഫൈനൽ ലുക്ക്. നല്ല കളർഫുൾ ആണ്, കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട്. നമുക്ക് പൈനാപ്പിളിൻ്റെയും സബ്ജയുടെ എല്ലാം ലെയർ നമുക്ക് നന്നായിട്ട് കാണാവുന്നതാണ്. ഇതാണ് നമ്മുടെ ഫ്യൂഷൻ ഡ്രിങ്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്യൂഷൻ ഡ്രിങ്കിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല കളർഫുൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്യൂഷൻ ഡ്രിങ്കാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക, കുട്ടികൾക്കെല്ലാം തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.